ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഇൻ കൊടൈക്കനാലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല, ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാ ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറി ഉണ്ട്, പേസ്ട്രി കോർണർ എന്ന് പറഞ്ഞിട്ട്, അവിടെ ഒന്ന് പോകണം. പിന്നെ ഞങ്ങൾക്ക് സൺഡേ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സൺഡേ മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ സ്റ്റേയിൻ്റെ ഫ്രണ്ടിൽ ഒത്തിരി ഊട്ടിപ്പൂവുണ്ട്. കൊടൈക്കനാലിൽ നിറയെ ഊട്ടിപ്പൂവായിരുന്നു ആ സ്റ്റേയിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അത് ഒന്ന് രണ്ടെണ്ണം പറിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു ഞാൻ. സ്റ്റേയിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നിറയെ കോട ഉണ്ടാവും, ചിലപ്പോൾ മേഘം കൊണ്ട് നിറഞ്ഞു നിൽക്കും, ചിലപ്പോൾ ക്ലിയർ സ്കൈ ആയിരിക്കും. അങ്ങനെ എപ്പോൾ നോക്കിയാലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ സ്റ്റേ ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ കൊടൈക്കനാൽ ടൗണിലുള്ള പേസ്ട്രി കോർണർ എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറിയിലാണ് പോയത്. ഇടയ്ക്ക് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അവരുടെ ക്രീം ബണ്ണാണ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ വീണയും ഹരിയും കൂടി അവിടെ ക്യൂ നിന്നു. പക്ഷേ അന്നേരത്തേക്കും ക്രീം ബണ്ണ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സിന്നമൺ റോളും ബാക്കി ഒന്ന് മഫിനും അങ്ങനെയൊക്കെയാണ് ട്രൈ ചെയ്തത്. അതൊക്കെ കൊള്ളാമെന്നേ ഉള്ളൂ, അങ്ങനെ ഭയങ്കര ഹൈപ്പിനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് സൺഡേ മാർക്കറ്റിലോട്ടായിരുന്നു. അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒത്തിരി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങാൻ നിന്നില്ല, ഉള്ളിലോട്ട് ഇങ്ങനെ കയറി വിലയൊക്കെ ഒന്ന് ആദ്യം അന്വേഷിച്ച് നോക്കി. കാരണം നമുക്കറിയില്ലല്ലോ, സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ അവർ കൂടുതൽ പറയും. പിന്നെ നമ്മളെ കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലാവും നമ്മൾ അവിടുത്തെ ആൾക്കാരല്ല, ലോക്കൽസ് അല്ല എന്ന് മനസ്സിലാവുന്ന കാരണം നമുക്ക് വില എങ്ങനെയാണെന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഒരു റൗണ്ട് വെറുതെ ഇങ്ങനെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് കറങ്ങി നോക്കി. ഉണക്കമീൻ അത് ബോട്ടിൽ കാട. എவ்வளோக்கா கார்லிக் எவ்வளோ? 320 കിലോയാ? നെയ് മുളക് എவ்வளோ? കാ കിലോ 100 രൂപ. ബട്ടർ ഫ്രൂട്ട്. ഈ ചേച്ചിയുടെ അടുത്തുനിന്ന് ഞങ്ങൾ നെയ്മുളകും കുറച്ച് വെളുത്തുള്ളിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്മുളക് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ നെയ്യിൻ്റെ ഒരു ടേസ്റ്റും നല്ലൊരു മണവും ഉണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ കൊടൈക്കനാൽ പോകുമ്പോഴാണെങ്കിൽ ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 1-2 മുളക് ഇട്ടാൽ മതി. അധികം എരിവൊന്നുമില്ല അതിന്, പക്ഷേ ആ സ്മെല്ലും നല്ല നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റുമാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വാങ്ങിയത് അവക്കാഡോ ആണ്. എനിക്കൊന്നൊരു 1.5 കിലോ എങ്ങാണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്മൂത്തിയോ ബ്രേക്ക്ഫാസ്റ്റിന് സ്മൂത്തിയോ അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ടോസ്റ്റോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഞാൻ ബീട്രൂട്ട് വാങ്ങിയായിരുന്നു കേട്ടോ. അതൊരു രക്ഷയില്ല, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട്. ഭയങ്കര നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും, അത്രയ്ക്കും ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. ആ കറിക്കായാലും ഞാൻ തോരനാണ് ഉണ്ടാക്കിയത്, ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ ഇവർ ഈ ബീട്രൂട്ടിൻ്റെ ഒപ്പവും ക്യാരറ്റിൻ്റെ ഒപ്പമൊക്കെ ആ ലീഫ് വെക്കുമല്ലോ. അപ്പം ഞാൻ ബീട്രൂട്ട് വാങ്ങിയപ്പോഴത്തേക്കും അത് ഞാൻ പൊട്ടിച്ചിട്ട് ആ ചേട്ടന് തിരിച്ചു കൊടുത്തു. അപ്പോൾ അടുത്തിരുന്നൊരു ചേച്ചി പറഞ്ഞു, അത് കളയണ്ട, അത് തോരൻ വെക്കുമ്പോൾ കൂട്ടത്തിലിട്ട് ചീരത്തോരൻ വെക്കുന്ന പോലെ ഇലയും നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ തിരിച്ചത് എടുത്തിട്ട് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഈ സൺഡേ മാർക്കറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടും അവർക്ക് നെക്സ്റ്റ് വീക്കിലോട്ട് അവർക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ വാങ്ങാൻ പറ്റുന്നൊരു മാർക്കറ്റാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാണ്. നമുക്ക് കാണുമ്പോൾ തന്നെയും നമുക്കത് മനസ്സിലാവും, ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഞങ്ങൾ പച്ചക്കറികളൊന്നും അങ്ങനെ കൂടുതലൊന്നും വാങ്ങിയില്ല. വാങ്ങിയത് നെയ്മുളകും കുറച്ച് വെളുത്തുള്ളി, ബട്ടർ ഫ്രൂട്ട്, പിന്നെ മാതളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബീട്രൂട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. മുളകൊക്കെ ഇരിക്കുന്നില്ല, വലിയ കുഴപ്പമില്ല കേട്ടോ. 2 പാക്കറ്റ് എടുത്തേ.
கூட போடுங்கண்ணா. இன்னொரு ஆயில இன்னொருக்கு വീണ ഇത് 150 രൂപ. 150. അവിടെ കിലോ 200. ഞങ്ങളുടെ കുഞ്ഞ് സൺഡേ മാർക്കറ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കൊടൈക്കനാലിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂരിലോട്ട് തിരിച്ചായിരുന്നു. ഇത്തവണത്തേത് നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു, വലിയ ഹെക്റ്റിക്കൊന്നും അല്ലാണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.